നമസ്കാരം. വിഷുമന്തിക്ക് ശേഷം ഇപ്പൊ ഇതാ പുതിയ അവതാരം പോർക്ക് മന്തിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചില ആൾക്കാർ. അടുത്ത പോസ്റ്റർ അടിച്ചിറക്കിയേക്കാണ്. കാരണം വിഷുവിന് ആ പോസ്റ്റർ അടിച്ചിറക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കണമല്ലോ. അപ്പൊ പുതിയ പോസ്റ്റർ. ഇവനൊക്കെ എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല. നല്ലൊരു വിഷു കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലുള്ള ആൾക്കാർക്ക് ഭ്രാന്തിളകിയേക്കാണ്, മതഭ്രാന്ത്. ഇതിപ്പോ മിണ്ടാതിരുന്നവരുടെ വായിലേക്ക് കോലിട്ട് കുത്തി അവരെയും കൊണ്ടും മിണ്ടിപ്പിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി വലിയ ബഹളമാകുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഇത് വഷളാകാനാണ് സാധ്യത. ഇതൊന്നും ഈ അനാവശ്യമായിട്ട് പിന്നെയും പ്രശ്നങ്ങൾ സ്വഷ്ടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഏതായാലും പോർക്ക് മന്തിയുടെ വാർത്ത നമുക്ക് കേട്ടിട്ട് വരാം. ചേർത്തലയിൽ പോർക്ക് മന്തിയുമായി റംസാൻ ആശംസാ പോസ്റ്റർ പ്രചരിപ്പിച്ചതിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. ചേർത്തല സ്വദേശി രതീഷ് പണിക്കർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം വിവാദമായ മെഹർ മന്തി റെസ്റ്റോറന്റിന്റെ പേരിലാണ് പോസ്റ്റർ പ്രചരിപ്പിച്ചത്. ഫൈസൽ അസീസ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഫൈസൽ, ആ സംഭവം വന്നതിന് ശേഷം ശ്രീകൃഷ്ണൻ മന്ദിക്ക് മുൻപിൽ ഇരിക്കുന്ന പോസ്റ്റർ വന്നതിന് ശേഷമാണോ ഇപ്പോൾ പുതിയൊരു പോസ്റ്റർ രംഗത്തിറക്കിയത്, അല്ലെങ്കിൽ നേരത്തെ തന്നെയുള്ള വിഷയമാണോ ഇപ്പോൾ വാർത്തയായതാണോ? അനീഷ, അതല്ല. അതായത് ഈ ശ്രീകൃഷ്ണൻ മന്തിക്ക് മുമ്പിലിരിക്കുന്ന ഫോട്ടോ വന്നതിന് തൊട്ട് പിന്നാലെയാണ് മെഹർ മന്തിയെ കൂടി അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പന്നിക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കൂടി ഈ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഒരു ചേർത്തല സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇത്തരത്തിൽ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നതിൽ മതവിദ്വേഷം പടർത്തുന്നവർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെയും ഈ മെഹർ മന്തി ഉടമക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തതാണ്. മാത്രമല്ല, അത് അവിടെ ഒരു അഭിഭാഷകൻ പരാതി കൂടി നൽകുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് പിന്നീട് വിട്ടേക്കുമൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ മുസ്ലിം പള്ളിയെയും അതുപോലെ ഒരു മുസ്ലിയാരെയും മുന്നിലെത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ ഒരു പന്നിയുടെ ചിത്രം കൂടി വെച്ചതുകൊണ്ട് ഒരു പോസ്റ്റർ കൂടി പുറത്തിറക്കിയിരുന്നത്. മെഹർ മന്തിയുടെ റംസാൻ ആശംസകൾ എന്നാണ്. അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് പിന്നെ അബദ്ധം പറ്റിയതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. കാരണം ജനിച്ച് വീണ കുഞ്ഞൊന്നും അല്ലല്ലോ, ഇന്നലെ ജനിച്ച് വീണ കുഞ്ഞൊന്നും അല്ലല്ലോ അബദ്ധം പറ്റാൻ വേണ്ടിയിട്ട്. അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തോന്നിവാസം കാണിച്ചു. ഒരാൾ മാത്രമല്ല, പല ആൾക്കാരും ആ പരിപാടി കാണിച്ചു. ഇപ്പൊ അതിന് മറുപടിയാണ്. ഇങ്ങനെ മറുപടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിലയൊക്കെ കുറഞ്ഞു പോകുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്, ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന്. മറുപടി കൊടുക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് ആരാണ് എന്നുള്ള മത്സരമാണ്. ഞാൻ ആലോചിക്കുന്നതേ, എങ്ങനെ നടന്നിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ. ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലലുകളോ ബഹളങ്ങളോ ഇങ്ങനത്തെ വിഷയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോയിരുന്നൊരു നാടാണ്. ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ കാര്യം നോക്കുന്നു, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം നോക്കുന്നു, ക്രിസ്ത്യൻസ് അവരുടെ കാര്യം നോക്കുന്നു. അങ്ങനെ പരസ്പരം അവരവരുടെ വിശ്വാസങ്ങളും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഫോളോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് പരസ്പരം ഒറ്റക്കെട്ടായി പോയിരുന്ന ഒരു നാടിന്റെ അവസ്ഥ ഇപ്പൊ പരിതാപകരമായിരിക്കുകയാണ്. ഇനി ഇത് വഷളാകത്തേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള മറുപടി കൊടുക്കലുകൾ? അതിന്റെ ആവശ്യമില്ല. അവരാ തെറ്റ് ചെയ്തു, അവർക്കെതിരെ കേസെടുത്തു, അറസ്റ്റ് ചെയ്തു. പിന്നെയും ഈ വ്രണം കുത്തി വഷളാക്കുകയാണ്. ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പണ്ടൊരു കാലം ഉണ്ടായിരുന്നു. ഇതിനേക്കാട്ടിലൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിനൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ എന്തായിരുന്നു നിലനിന്നിരുന്നത്? ജാതിയുടെ പേരിലുള്ള വേർതിരിവ്, ജാതി മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ വേർതിരിച്ച് സൊസൈറ്റിയെ തന്നെ പല ഘട്ടങ്ങളായിട്ട് വേർതിരിച്ച് വെച്ചേക്കുമായിരുന്നു. ഇന്ന ജാതിക്കാർക്ക് മേൽക്കോയ്മ, അതിനുശേഷം താഴോട്ട് അങ്ങനെ ആയിരുന്നു നമ്മുടെ സൊസൈറ്റി. ചാതുർവർണ്ണ്യം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഈ വേർതിരിവും വിഭജനവും ഒക്കെ കഴിഞ്ഞ് പിന്നീട് ഇവിടേക്ക് പല മതസ്ഥരായിട്ടുള്ള ആൾക്കാർ വന്നതിന് ശേഷം പിന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങളും ബഹളങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. വലിയ വഴക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മളങ്ങ് മറന്നു പോവാണോ? അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് ചൊല്ലി വലിയ പ്രശ്നങ്ങളും വലിയ വിഷയങ്ങളും ഉണ്ടായി. ഒരുപാട് ജനങ്ങൾ കണ്ണീര് കുടിച്ച് അവരുടെ കുടുംബവും അവരുടെ ജീവനും നഷ്ടപ്പെട്ട സിറ്റുവേഷനൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ആ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടി ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ നിലയിലേക്ക് നമ്മുടെ നാടിനെ വളർത്തിക്കൊണ്ടുവന്നതാണ്. വളർത്തിയെടുത്ത് ഒരു നിയമ സംവിധാനമൊക്കെ കൊണ്ടുവന്ന് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതി നല്ല രീതിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഇവിടെ ഉള്ളവർക്ക് സോക്കേട്.
സമാധാനത്തോടോട്ട് പോകണ്ട. സമാധാനം വേണ്ടേ വേണ്ട. ഞങ്ങൾക്ക് സമാധാനമല്ല വേണ്ടത്. ഇവിടെ ഞാൻ ഒരു മതസ്ഥരെ അല്ല കുറ്റം പറയുന്നത്. ഈ തോന്നിവാസമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ, അവരുടെ മതമൊന്നും ഞാൻ പറയുന്നില്ല, ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും നടക്കുന്ന ഈ പൊട്ടത്തരം കാണിക്കുന്ന കഴുതകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കഴുതകളുടെയൊക്കെ വിചാരം എന്താണ്? ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടായോ? ഈ ഇവന്മാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? ഈ കഴുതകൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് ഈ തമ്മിൽ തെല്ലുന്നത്? ഈ മെഹർമന്തി എന്ന് പറയുന്ന കട അവരുടെ ആണല്ലോ ഫേമസ് ആയത്. അവന്മാർക്ക് ഈ വിശ്വാസംസ എഴുതി അയക്കേണ്ടയോ അല്ലെങ്കിൽ ആ പോസ്റ്റർ അടിക്കേണ്ടയോ ഒരു ആവശ്യവുമില്ലായിരുന്നു. അവന്മാർ അനാവശ്യമായിട്ട് തോന്നിവാസം കാണിച്ചു. ഇപ്പൊ അവന്മാർക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറെ അവന്മാര് അനാവശ്യമായിട്ട് ബാക്കി തോന്നിവാസങ്ങൾ കാണിക്കുന്നു. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാനും പോരടിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥയാണ് പരിതാപകരമായി പോകുന്നത്. ഇവിടെ നമ്മുടെ നാടങ്ങനെ വലിയ റിച്ച് ആയിട്ടുള്ള നാടൊന്നുമല്ല. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ജീവിക്കുന്നത്. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള നാടാണ്. അവർക്ക് ഈ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വഴക്കടിക്കേണ്ടതയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുണ്ടാക്കേണ്ടയോ ആവശ്യമില്ല. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് കുറേ എണ്ണം പോസ്റ്റർ അടിച്ചങ്ങ് ഇറക്കി വെക്കുവാണ്, അവരുടെയും കൂടി സമാധാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളവരാണ് നാടിന്റെ ക്രമസമാധാനം ഇല്ലാതെയാക്കുന്നത്. ഇവന്മാരെയൊക്കെ പിടിച്ചങ്ങ് ജയിലിലേക്ക് തന്നെ ഇട്ടേക്കുക, ഇറക്കി വിടണ്ട. എന്തിനാണ് വെളിച്ചം കാണിക്കുന്നത്? ഈ വെറുതെ ഇരുന്ന ആൾക്കാരെ അങ്ങോട്ട്, ഇപ്പം ഒരു പട്ടി അവിടെ കിടന്ന് ഉറങ്ങുവാണ്, ഒരു വഴിയിൽ ഒരു പട്ടി കിടന്ന് ഉറങ്ങുന്നു. ഓക്കെ, നമ്മൾ ഇങ്ങനെ നടന്നു പോവാണ്, ആ പട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ എന്താണ്, ഈ പോയ പട്ടി ആ പട്ടിയെ കല്ലെറിയുന്നു. അപ്പൊ ആ പട്ടിയെ ഉണർന്നു വന്ന് ഈ പട്ടിയെ കടിക്കും. അതാണ് ഇവിടെ നടന്നത്. സംഭവം അതാണ് ഇവിടെ നടന്നത്. ഞാനൊരു കമ്പാരിസൺ നടത്തിയതാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടാനാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം നമ്മൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? ഇതിനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, നമ്മളും കൂടി അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ സമാധാനമാണ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. വിവരവും ബുദ്ധിയും ഇല്ലാത്ത കഴുതകൾ ഇങ്ങനെ പല പരിപാടിയും കാണിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടും, അവർ തമ്മിത്തല്ലും. നമ്മൾ വിവരത്തോടുകൂടി ചിന്തിക്കാം. ഈ മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിക്കൊണ്ട് നമുക്കാർക്കും ഒരു പ്രയോജനവും ഇല്ല. അവരവരുടെ വിശ്വാസം ഫോളോ ചെയ്ത് നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഫോളോ ചെയ്ത് ജീവിക്കുക. നമ്മൾ ജോലി ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുക. അത് മാത്രമാണ് നമുക്കുള്ള ഒരു പ്രയോജനം. അല്ലാതെ ഇവന്മാരുടെ ഈ കടിപിടിയിൽ നമ്മളും കൂടി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഒന്നും ഒരു ബെനിഫിറ്റും ഇല്ല. ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഇനി ഇതും പറഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാർത്തയുടെയൊക്കെ അടിയിലങ്ങ് കടിപിടി കൂടുവാണ്. കുറെ സോഷ്യൽ മീഡിയ വാരിയേഴ്സ് ഉണ്ട്, കമന്റ് ഇടുന്ന വാരിയേഴ്സ്. അവരെ അടുത്തങ്ങ് കമന്റ് ഇടലാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് ഇതും കൊണ്ടൊക്കെയുള്ളൊരു വിഷയം എന്താണെന്നറിയാമോ? ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നറിയാമോ? എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയൊരു കാര്യമുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. വാൽപ്പാറയിലുണ്ടായ അപകടം. ഈ അപകടം കഴിഞ്ഞപ്പോൾ ഇതിന്റെ വാർത്തയുടെയൊക്കെ അടിയിൽ വന്ന 1-2 കമന്റ്, അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. വിദ്വേഷ കമന്റ് ഇട്ടതിന് ഒരാളെ അറസ്റ്റ് ചെയ്തു. ആ കമന്റില് അതിലെ മുസ്ലിം യുവതികളെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ഒരുമിച്ചൊരു യാത്ര പോയി, ഒരുമിച്ച് അവർ തിരിച്ചുപോയി. അപ്പോൾ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇട്ടേക്കുന്നു, മുസ്ലിം യുവതികളെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇട്ടേക്കുന്നു. ആ രീതിയിൽ കമന്റ് ഇടാൻ ഇവരുടെ ഒക്കെ മൈൻഡ് സെറ്റ് മാറിയത് എന്തുകൊണ്ടാണ്? ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊണ്ടാണ്. മാനുഷിക പരിഗണനയോ പരസ്പര ബഹുമാനവും ഒക്കെ തന്നെ ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിന് ഇതുപോലുള്ള കഴുതകൾ കാരണമാകും. അപ്പൊ ഇത്തരം കഴുതകളുടെ ഈ പരിപാടിയിലേക്ക് നമ്മൾ നോക്കാനേ പാടില്ല, നമ്മളത് മൈൻഡ് ചെയ്യാനേ പാടില്ല. അവരവിടെ കിടന്ന് കടിപിടി കൂടുകയോ വഴക്കുണ്ടാക്കുകയോ മറുപടി പറയുകയോ എന്തു വേണേ ചെയ്തോട്ടെ, നമുക്കതൊന്നും ആവശ്യമില്ല. ഇന്ന് ഈ സമൂഹത്ത് നമുക്ക് ജോലി ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വല്ലതും കിട്ടത്തുള്ളൂ. അതാണ് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. നമ്മളുടെ ഡ്രീമിന് വേണ്ടിയിട്ടും നമ്മളുടെ പാഷന് വേണ്ടിയിട്ടും നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ കഷ്ടപ്പെടുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ മതം പറഞ്ഞിട്ടുള്ള അടിക്ക് ഒരു സ്ഥാനവും ഇല്ല. കുറെ ആൾക്കാർ മതം പറഞ്ഞ് അടിയുണ്ടാക്കുന്നു, വഴക്കുകൾ ഉണ്ടാക്കുന്നു, വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു. ഈ യുദ്ധങ്ങളുടെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? ജനങ്ങൾ കഷ്ടപ്പെടുന്നു, പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ഈ യുദ്ധങ്ങൾ കൊണ്ട് വലിയ വലിയ ആൾക്കാർ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ തന്നെയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പനകൾ നടക്കുന്നുണ്ട്, പടക്കോപ്പുകളുടെ വിൽപ്പനകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സക്സസ്ഫുൾ ആണ്.
ബാക്കിയുള്ള മനുഷ്യന്മാർ ഈ പുഴുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി തീരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മതത്തിൻ്റെ പേര് പറഞ്ഞ് മതത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കണം. ഞങ്ങളുടെ മതമാണ് ഏറ്റവും വലുത്, ഞങ്ങളുടെ മതമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മതവും ഒന്നിനും വലുതോ ചെറുതോ ഒന്നുമല്ല. ഈ മതമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയേക്കുകയാണ്. മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സാധനമാണ്. ഈ മതഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യന്മാർ രചിച്ചതാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മനുഷ്യന്മാരെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നേർവഴിയിലേക്കല്ല നയിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ഏതോ വഴിയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വേറെ ഏതോ വഴിയിലേക്ക് നയിക്കുന്ന ആൾക്കാർ അത് ആ രീതിയിൽ അങ്ങ് പൊക്കോട്ടെ. നമ്മൾ നേർവഴിയിൽ നടക്കുക. നമ്മൾ നേർവഴിയിൽ നടക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇതുപോലുള്ള അനാവശ്യ ഫൈറ്റുകളിൽ പോരാടാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാതിരിക്കുക, കടിപിടി കൂടാതിരിക്കുക. നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം അതിനകത്തൂന്നി നമ്മൾ മുന്നോട്ട് പോവുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫോക്കസ് ചെയ്യുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക.